IPC സെക്ഷൻ 268 പഠിക്കണ്ടേ? പബ്ലിക് ന്യൂയിസൻസ്, പൊതുശല്യം അല്ലേ? പൊതുശല്യം. എന്താ പൊതുശല്യം? അതായത് നിങ്ങൾക്കറിയാം, ഏതെങ്കിലും തരത്തിലുള്ള ഒരു പബ്ലിക് ആയിട്ടുള്ള ഒരു സ്ഥലം അത് ഏതെങ്കിലും വ്യക്തികൾക്ക് വേണ്ടി മാത്രമുള്ളതാണോ? അല്ല, സമൂഹത്തിലെ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഒരു KSRTC ബസ് അതൊരു പൊതുവാഹനമാണല്ലോ അല്ലേ? ട്രെയിൻ ഒരു പൊതുവാഹനമാണല്ലോ. നമുക്ക് അറിയാം പാർക്കുകൾ അല്ലേ, അതൊരു പൊതു സ്ഥാപനമാണല്ലോ, പൊതു ഇടമാണല്ലോ. ഇനി പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങൾ ഉണ്ടാകാം. ഫോർ എക്സാമ്പിൾ തിയേറ്റർ ഒരു പ്രൈവറ്റ് ഓണറിന്റെ ആണെങ്കിലും അതൊരു പൊതുവായിട്ടുള്ള എല്ലാവർക്കും കയറി വരാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥാപനം കൂടിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ, അപ്പോൾ അവിടെ നമ്മൾ പൊതുജന ശല്യമായി മാറുമ്പോൾ, അങ്ങനെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അത് ഒരു ഉപദ്രവമായി ഉണ്ടാകുന്ന വേളയിൽ ഒരാളിൽ നിന്നും നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനം ഉണ്ടാകുന്ന സമയത്ത് അയാൾക്ക് എതിരായി ഇന്ത്യൻ പീനൽ കോഡിലെ ശിക്ഷാ നിയമം പ്രതിപാദിക്കുന്ന വകുപ്പാണ് 268. ഈ 268 അവനെക്കുറിച്ച് പറയുന്നുണ്ട് എന്ന് കൂടി മനസ്സിലാക്കുക. ഇത്തരത്തിൽ ശിക്ഷിക്കപ്പെടുന്നതാണ് അല്ലേ? ശിക്ഷ എന്താണ്? ശിക്ഷ എന്ന് പറയുന്നത് 200 വരെ പിഴയാണ്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, മാപ്പില്ല. ഓക്കെ, പിഴയടയ്ക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ, മാപ്പ് കൊടുക്കില്ല. അപ്പോൾ ആ വ്യക്തിക്ക് മാപ്പ് നൽകപ്പെടുന്നതല്ല. അപ്പോൾ ഇന്ത്യൻ പീനൽ കോഡിലെ സെക്ഷൻ 268 അനുസരിച്ച് ഒരാൾ കുറ്റം ചെയ്താൽ മാപ്പില്ല, പിഴയടച്ചോണം അല്ലേ? ഓക്കെ, പൊതുജന ശല്യമാണ്. അപ്പോൾ നമ്മളത് മനസ്സിലാക്കുക. ഇനി IPC സെക്ഷൻ 269 എന്താണ് മക്കളെ? ഒരു വ്യക്തി നിയമവിരുദ്ധമായി അശ്രദ്ധയോടെ ചെയ്യുന്ന ഒരു പ്രവൃത്തി കാരണം ജീവന് ഹാനികരമാകുന്ന ഒരു പകർച്ചവ്യാധി പടർന്നു പിടിച്ചാൽ ആ വ്യക്തി ഈ നിയമപ്രകാരം ശിക്ഷിക്കപ്പെടുന്നതാണ്. അതായത് നമുക്കറിയാം, ഒരു വ്യക്തി നിയമവിരുദ്ധമായിട്ടാണ്, ഒരു നെഗ്ലിജന്റ് ആയിട്ടാണ്, അശ്രദ്ധയോടുകൂടി ചെയ്യുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രവൃത്തി കാരണം ഒരു പകർച്ചവ്യാധി പടർന്നു പിടിച്ചാൽ ഇല്ലേ, നമുക്കറിയാം എപ്പിഡമിക്കൊക്കെ രോഗങ്ങൾ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്കും അവിടെ നിന്നും 3, 4, 5ലേക്കും അങ്ങനെ പടർന്നു പിടിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ ആ വ്യക്തി ശിക്ഷിക്കപ്പെടുന്നതാണ്. ശിക്ഷ എന്ന് പറഞ്ഞാൽ 6 മാസം വരെ ആകാവുന്ന തടവോ പിഴയോ ശിക്ഷ ലഭിക്കാവുന്നതാണ്. രണ്ടും കൂടി ശിക്ഷയോ കിട്ടാവുന്നതാണെന്ന് കൂടി മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു സെക്ഷൻ 269 നമ്മൾ പഠിച്ചു. ഇനി സെക്ഷൻ 270 എന്താണ്? IPC സെക്ഷൻ 270 നമുക്ക് പഠിക്കണം. 270 പറയുന്നത് ജീവന് അപായകമായ തരത്തിൽ, അതായത് ജീവന് അപായകരമായ രോഗത്തിന്റെ പകർച്ചവ്യാധി എന്ന് വെച്ചാൽ കുറച്ചും കൂടി നമ്മൾ കട്ടിക്കാണ്. മറ്റേ അശ്രദ്ധയാണെങ്കിൽ ഒരു മെഗ്ലിജന്റ് സംഭവമാണ് അല്ലെ? ഒരു രോഗത്തിന്റെ പകർച്ചവ്യാധി വ്യാപിപ്പിക്കാൻ ഇടയുള്ള ഒരു വിദ്വേഷപൂർവമായ, അതായത് ബോധപൂർവമായ ഒരു വിദ്വേഷപൂർവമായ ഒരു കൃത്യം നടത്തുന്നത് ഈ നിയമപ്രകാരം ശിക്ഷിക്കപ്പെടുന്നതാണ്. എന്ന് വെച്ചാൽ ഒരു കോവിഡ് വന്ന ഒരാൾ മറ്റൊരാൾക്കും കൂടി കോവിഡ് വരട്ടെ, തുമ്മി കൊടുക്കുക അല്ലേ, ഹച്ചി എന്ന് പറഞ്ഞ് തുമ്മി കൊടുക്കുക. അപ്പൊ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ അയാൾക്കും കൂടി വരട്ടെ എന്ന ഒരു ആറ്റിറ്റ്യൂഡിൽ, വിദ്വേഷപൂർവമായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡിലാണ് എങ്കിൽ ശിക്ഷ 2 വർഷം വരെ ആകാവുന്നതോ പിന്നെ തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ വരെ ആകാവുന്ന ശിക്ഷ കിട്ടുന്നതാണെന്ന് കൂടി മനസ്സിലാക്കുക. പിഴ എത്ര വേണമെങ്കിലും ആകാം. അപ്പോൾ 2 വർഷം വരെ ആകാവുന്ന തടവോ പിഴയോ ഒക്കെ ആകാം എന്ന് കൂടി മനസ്സിലാക്കാം. ഇവിടെ ഞാൻ എത്ര രൂപയിലും പിഴ എന്ന് പറഞ്ഞത് ഒരു തുക നമുക്കറിയാം, പിഴ 1000 രൂപ അങ്ങനെയൊക്കെയുള്ള പിഴകളായിരിക്കും ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ 2 വർഷം വരെ ആകാവുന്ന തടവ് ശിക്ഷയുണ്ട്. പിഴ അത് അനുസരിച്ചുകൊണ്ടുള്ള ഒരു ശിക്ഷ കിട്ടും എന്നുകൊണ്ടാണ് അവിടെ അങ്ങനെ പറഞ്ഞത്. പ്രത്യേകിച്ച് തുക എഴുതിയിട്ടില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ.